രണ്ടാഴ്ച മുൻപ് നടന്ന പ്രണയവിവാഹം കല്യാണം രജിസ്റ്റർ ചെയ്യാനുള്ള സമയം പോലും ആയിട്ടില്ല. അതിനിടെ മകനും ഭാര്യയും തമ്മിൽ വഴക്കിടുന്നത് കണ്ട അമ്മയ്ക്കൊരാശങ്ക. പെങ്കൊച്ചൻ്റെ ശരീരത്തിലെന്തോ ബാധ കയറിയതാണ്. അതുകൊണ്ടാണ് അവൾ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്. പിന്നാലെ ബാധ ഒഴിപ്പിക്കാൻ പത്തനംതിട്ട പെരുന്തുരുത്തിയിൽ നിന്ന് ശിവദാസൻ എന്ന ദുർമന്ത്രവാദിയെ എത്തിക്കുന്നു. വിവാഹത്തോടനുബന്ധിച്ച് ചെയ്യേണ്ട പൂജകളെന്ന നവവധുവിനെ പറഞ്ഞ് ധരിപ്പിച്ചു. മദ്യവും ബെറ്റയും വാക്കും കൊണ്ടാണ് മന്ത്രവാദി വന്നത്. പൂജയ്ക്ക് കബഡിക്ക് പകരം ബാത്റൂമിലെ ടൈലുകൾ. ആദ്യം യുവതിയുടെ കാലിൽ ചുവന്ന പട്ട് കെട്ടി, തുടർന്ന് മുടി മുറിച്ചു. പിന്നീട് മദ്യം നൽകിയ ശേഷം ദേഹത്ത് പൊള്ളലേൽപ്പിച്ചു. കോട്ടയം തിരുവഞ്ചൂരിലെ ഭർത്തൃവീട്ടിൽ 10 മണിക്കൂറോളം യുവതി മർദ്ദനത്തിനിരയായി. യുവതിയുടെ കുടുംബം പോലീസിൽ പരാതി നൽകിയതോടെയാണ് ദുർമന്ത്രവാദവും ആഭിചാര ക്രിയകളും പുറം ലോകമറിഞ്ഞത്. കേസിൽ ഭർത്താവ് അഖിൽദാസ്, അച്ഛൻ ദാസ്, ആഭിചാര ക്രിയ നടത്തിയ ശിവദാസ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പെൺകുട്ടിയുടെ വിവാഹം നടന്നിട്ട് 2 ആഴ്ച തികയുന്നതേയുള്ളൂ. വിവാഹത്തിന് കുറച്ച് ദിവസം മുമ്പ് പെൺകുട്ടിയുടെ ബന്ധുക്കളായ 2 പേർ മരിച്ചു. ഇവരുടെ ആത്മാക്കൾ പെൺകുട്ടിയുടെ ശരീരത്തിലുണ്ടെന്ന് പറഞ്ഞാണ് ഭർത്തൃമാതാവ് ആഭിചാരക്രിയ നടത്താൻ പെൺകുട്ടിയെ നിർബന്ധിച്ചത്. ആദ്യം മദ്യം നൽകി അബോധാവസ്ഥയിലാക്കിയ ശേഷം 2 കാലും പട്ടുകൊണ്ട് കെട്ടിയിടുകയായിരുന്നു. തുടർന്ന് ബീഡി വലിപ്പിക്കുകയും അതുപയോഗിച്ച് പെൺകുട്ടിയുടെ മുഖത്ത് പൊള്ളലേൽപ്പിക്കുകയും ചെയ്യുന്നതാണ് വീഡിയോയിലുള്ളത്. ആഭിചാരക്രിയയ്ക്കിടെ യുവതി നേരിട്ടത് 10 മണിക്കൂർ നീണ്ട ക്രൂരമായ പീഡനമാണ്. നവവധുവിന്റെ മുടിയിൽ മന്ത്രവാദി ആണി ചുറ്റി. ആണി തടിയിൽ തറച്ചതോടെ മുടി മുറിഞ്ഞുപോയി. ശരീരം പൊള്ളിച്ചതോടെ യുവതി ബോധരഹിതയായി. ശബ്ദം കേൾക്കാതിരിക്കാൻ ഉച്ചത്തിൽ പാട്ടുവച്ചായിരുന്നു മന്ത്രവാദം. രാവിലെ 11 മുതൽ രാത്രി 9 മണിവരെ നീണ്ട ആഭിചാരക്രിയകളാണ് നടത്തിയത്. പെൺകുട്ടിയുടെ കാൽ കെട്ടിയിട്ട് മുടി മുറിച്ചു. ഭർത്താവിന്റെ സഹോദരിയാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. ഈ ദൃശ്യങ്ങൾ കണ്ടെടുത്ത് പരിശോധിച്ചപ്പോഴാണ് പീഡനത്തിനിരയായ യുവതിയുടെ കാലിൽ ചുവന്ന പട്ട് കെട്ടിയിരിക്കുന്നതായും ആഭിചാരക്രിയകൾ നടത്തിയതായും കണ്ടെത്തിയത്. ക്രൂരമായ പീഡനങ്ങൾക്കാണ് താൻ ഇരയായതെന്ന് പെൺകുട്ടി പറഞ്ഞു. എന്റെ ദേഹത്ത് ബാധയുണ്ട്, കാര്യങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്. എന്റെ അമ്മയുടെ ചേച്ചിയുടെ ബാധയുണ്ടെന്നാണ് ഇവര് പറഞ്ഞത്. ഇവരെന്നെ കൊണ്ട് കള്ള് കുടിപ്പിച്ചെന്ന് ഇവര് പറഞ്ഞു, മദ്യപിച്ച് ബീഡി വലിപ്പിച്ചെന്ന് പറഞ്ഞു. ഇവരൊക്കെ അങ്ങനെയാ പറഞ്ഞു. എനിക്ക് ആ സമയത്ത് ആ പട്ട് കെട്ടി കഴിഞ്ഞപ്പോൾ എന്താ ശരീരത്തിൽ എന്തോ പോലെ തോന്നി കഴിഞ്ഞപ്പം എനിക്ക് എന്നെ സംഭവിച്ചെന്ന് എനിക്ക് പിന്നെ അറിയത്തില്ല. ഒരു 12 മണിയായി കാണും എൻ്റെ ദേഹത്ത് പൂജ തുടങ്ങിയിട്ട്. അത് കഴിഞ്ഞത് 2 മണിയൊക്കെ ആയി കഴിഞ്ഞു. എൻ്റെ ദേഹത്ത് ഞാൻ ബീഡി വലിച്ചപ്പം കൊണ്ടെന്ന് പറഞ്ഞു. യുവതിയും ഭർത്താവും സംസാരിക്കുകയോ വഴക്കിടുകയോ ചെയ്താൽ അത് ബാധ എന്നാണ് ഭർത്തൃമാതാവ് പറയുന്നത്. അമ്മായിയമ്മയാണ് മന്ത്രവാദിയെ പിടിപ്പിച്ചത്. തുടർന്ന് യുവതിക്ക് മദ്യം നൽകി, ബീഡി വലിപ്പിച്ചു, നെറ്റിയിൽ പൊള്ളിച്ചുവെന്നും പരാതിയിലുണ്ട്. യുവതിയുടെ മാനസിക നില തകരാറിലായതിനെ തുടർന്ന് ഇവരുടെ അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ മണർക്കാട് പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുകയായിരുന്നു. കേസിൽ ഭർത്താവും ഭർത്തൃപിതാവും അടക്കം 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവല്ല പെരുന്തുരുത്തി സ്വദേശി ശിവദാസിനെയാണ് മന്ത്രവാദി എന്ന പേരിൽ ഇവിടെ കൊണ്ടുവന്നത്. ഇയാളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. യുവാവിന്റെ അമ്മ ഒളിവിലാണ്. ന്യൂസ് 18 കോട്ടയം.